പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതിയായിട്ടുള്ള ഡോക്ടർ എം കെ റാം ഒടുവിൽ പിടിയിലായിരിക്കുകയാണ്. കുടകിൽ നിന്നാണ് റാമിനെ പിടികൂടിയത്. റാമിനെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, നമ്മുടെ കേരള പോലീസിനെ സമ്മതിക്കണം. കാരണം ഇത്രയും കാലത്തിന് ശേഷം കാത്തിരുന്ന് ഒടുവിൽ ഡോക്ടർ എം കെ റാമിനെ പിടിയിലായിട്ടുണ്ട്. അത് റാം പിടിയിലായതാണോ അതോ പിടികൊടുത്തതാണോ? മിഥുൻ, പ്രജിത്ത്, 3 മാസത്തിലേറെയായി ഡോക്ടർ എം കെ റാമിനെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസ്. അത് ആദ്യഘട്ടത്തിൽ പോലീസായിരുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് വിട്ടുകൊടുക്കുകയും ക്രൈംബ്രാഞ്ച് ഈ റാമിനെ പിടികൂടാനായി വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. ഈ എം കെ റാമിന്റെ നാടായ ആന്ധ്രയിലും കർണാടകയിലും ഉൾപ്പെടെ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ പല മേഖലകളിൽ ഇയാൾ ഒളിവിൽ കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ആന്ധ്രയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം, ഏതാനും ദിവസം മുൻപ് വരെ ആന്ധ്രയിൽ വ്യാപകമായി പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു. ആന്ധ്രയിലെ ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തടക്കം ഇയാൾ ഉണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയിരുന്നു. ഒടുവിൽ കർണാടകയിൽ ഉണ്ട് എന്ന് വിവരം ലഭിക്കുകയും കർണാടകയിലെ കുടകിൽ വെച്ച് ഇയാളെ പിടികൂടുകയുമായിരുന്നു. റാമിനെ ഇപ്പോൾ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നിതിൻ രാജിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഈ എം കെ റാമിന്റെ വാക്കുകളാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് അന്ന് പറഞ്ഞിരുന്നത്. കാരണം വളരെ മോശമായി, നിറത്തിന്റെ പേരിൽ, ശരീരപ്രകൃതിയുടെ പേരിലടക്കം ഈ വിദ്യാർത്ഥികളെ മോശമായി വർണ്ണിച്ചിരുന്നു എം കെ റാം. ഇതടക്കം വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിട്ടിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായിരുന്നു നിതിൻ രാജ്. നിതിൻ രാജിനെ വളരെ മോശമായ രീതിയിൽ ഇയാൾ ക്ലാസ്സിൽ വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിച്ചിരുന്നു. അതാണ് നിതിൻ രാജിനെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുന്നതിലേക്ക് നയിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ എം കെ റാമിനെ പ്രതി ചേർത്തതും അയാളെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കിയതും. പക്ഷേ കേസെടുത്തതിന് തൊട്ടു പിന്നാലെ ഇയാളെ കാണാതാവുകയായിരുന്നു. എവിടെയാണ് ഇയാൾ ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് തുടക്കത്തിൽ ഒരു വിവരവും കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെ ഇയാൾ ഈ ആന്ധ്രാപ്രദേശിൽ ഒളിവിലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തുടക്കം തൊട്ടേ വിവരങ്ങൾ ഉണ്ടായിരുന്നു. വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് സംഘം അവിടെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. ചിറ്റൂരിലും ഗുണ്ടൂരിലും അടക്കം ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വ്യാപകമായി നടത്തുകയും ചെയ്തു. പക്ഷെ അവിടെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഇതിനിടയ്ക്ക് റാം ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി പക്ഷേ ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു. തുടർന്ന് അയാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞു. കാരണം ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് സംസാരിക്കേണ്ട രീതിയിലല്ല എം കെ റാം സംസാരിച്ചത് അല്ലെങ്കിൽ പെരുമാറിയത് എന്ന് തന്നെയാണ് ഇവർ കണ്ടെത്തിയത്. അത് അന്വേഷണ സംഘം കണ്ടെത്തിയത്. മാത്രമല്ല, കോടതിയിൽ ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് നടത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പോലും തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് കീഴടങ്ങുക അല്ലെങ്കിൽ പിടികൊടുക്കുക എന്ന രീതിയിലേക്ക് റാം എത്തിയിരുന്നു. മറ്റൊരു വഴിയില്ലാത്തൊരവസ്ഥയിലേക്ക് റാം എത്തിയിരുന്നു. പക്ഷേ ഇയാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തലശ്ശേരി കോടതിയിലെത്തി കീഴടങ്ങുമെന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ അതൊക്കെ തള്ളിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് സംഘം വ്യാപകമായി നടത്തിയ തെരച്ചിലൊടുവിൽ ഇപ്പോൾ കർണാടകയിലെ കുടകിൽ വെച്ച് അയാൾ പിടിയിലായിരിക്കുന്നു. കുടകിൽ പിടിയിലായ അയാളെ കണ്ണൂരിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. വിവിധ ഉദ്യോഗസ്ഥർ ഈ ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രജിത്ത്, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് ആദ്യഘട്ടം മുതലുള്ള ആരോപണം എന്ന് പറയുന്നത് എം കെ റാമിനെ പിടികൂടാൻ പോലീസ് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഒരാൾ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നു, അത് തെളി പിന്നീട് സുപ്രീം കോടതിയിൽ വരെ അപേക്ഷ നൽകുകയും അത് തെളിഞ്ഞതിനു ശേഷവും ഇയാളെ പിടികൂടാത്തത് എന്ത് എന്നുള്ള ചോദ്യങ്ങൾ ഒരു ഘട്ടത്തിൽ വരുന്നു. ഒടുവിൽ കീഴടങ്ങുകയല്ലാതെ ഒരു വഴിയുമില്ല എന്ന ഘട്ടത്തിൽ എം കെ റാം നിൽക്കുമ്പോൾ കുടകിൽ നിന്ന് റാമിനെ പോലീസ് വളരെ നാടകീയമായി കസ്റ്റഡിയിൽ എടുക്കുന്നു. ഒന്നും അങ്ങോട്ട് യോജിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എന്തൊക്കെയായിരിക്കും ഈ കേസിലെ ഇനിയുള്ള തുടർ നടപടികൾ? മിഥുൻ, നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കേസിലെ മറ്റൊരു പ്രതിയായ സംഗീതയെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ റാമിന്റെ പെരുമാറ്റം, അത് വിദ്യാർത്ഥികളുടെ പെരുമാറ്റം മോശമായിരുന്നു. നിതിൻ രാജിനോടുള്ള പെരുമാറ്റം വളരെ മോശമായിരുന്നു. അതൊക്കെ തന്നെയാണ് നിതിൻ രാജിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടെന്നടക്കം കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ഇന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം റാമിനെ കോടതിയിൽ ഹാജരാക്കും. കോടതി റിമാൻഡ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്.
ഏതായാലും 3 മാസത്തിലേറെ നമുക്കറിയാം. ഇപ്പോൾ ഏതാണ്ട് ഏപ്രിൽ 10-നാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്യുന്നത്. അതിനുശേഷം കേസും നടപടികളും എടുത്തപ്പോൾ മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതിനൊടുവിലാണ് റാമ പിടിയിലാകുന്നത്. എനിക്ക് ഇത്രയും ദീർഘകാലം ഒരു പ്രതി ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടാകുമെന്നൊരു കാര്യം കൂടി സംശയമാണ്. ഉന്നത സ്വാധീനമുള്ളയാളാണ് ഇയാളെന്നടക്കം നേരത്തെ തന്നെ വിവരം വന്നിരുന്നു. പ്രാദേശിക അവിടുത്തെ കർണാടകയിലെയും അതുപോലെ തന്നെ ആന്ധ്രയിലും അടക്കം പ്രാദേശിക സംഘങ്ങളടക്കം ഇയാളെ സഹായിച്ചിരുന്നു എന്നുള്ള രീതിയിൽ തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ആളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതിനുശേഷം എന്തായാലും ഒടുവിൽ MK റാമിനെ 3 മാസങ്ങൾക്ക് ശേഷം ഡോക്ടർ MK റാമിനെ പിടിക്കാൻ കേരള പോലീസിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പറയേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ട, ഒരിക്കലും അധ്യാപകൻ എന്ന പദവിയിലിരിക്കാൻ യോഗ്യതയില്ലാത്തൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ കണ്ടുപിടിക്കാൻ കേരള പോലീസിന് ഇത്രയും കാലമെടുത്തു എന്ന് പറയുമ്പോൾ അതിൽ ചില സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്.